പണ്ടൊക്കെ കുട്ടികളുടെ പ്രണയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എന്തൊക്കെ പുകിലുണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതിന് പോലും വിലക്കുണ്ടായിരുന്ന കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി. ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് പ്രണയബന്ധങ്ങളായി. ഈ തിരിച്ചറിവില്ലാത്ത സമയത്തെ ആൺപെൺ സൗഹൃദങ്ങളുടെ അപകടം മക്കൾ മനസ്സിലാക്കാറുണ്ട്. കുട്ടികളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ മാതാപിതാക്കളുടെ ഇടയ്ക്ക് ചോദിക്കണം കേട്ടോ. ബന്ധങ്ങളുടെ മൂല്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രണയത്തകർച്ച ഉണ്ടായാൽ തല്ലാനും കൊല്ലാനുമല്ല, അത് ഉൾക്കൊള്ളാൻ മക്കളെ പഠിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് പ്രണയപ്രതികാരത്തിൻ്റെ പേരിൽ കാമുകിയെ കൊല്ലാൻ പോലും മടിക്കാത്ത തലമുറയാണ്. എറണാകുളം മലയാറ്റൂരിലെ ചിത്രപ്രിയ എന്ന 19-കാരിയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നാണ്. എന്താണ് ചിത്രപ്രിയയ്ക്കും അലനുമിടയിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്ന് നടക്കേണ്ട പ്രായത്തിലാണ് ചിത്രപ്രിയ എന്ന പെൺകുട്ടി പ്രണയക്കുരുക്കിൽപ്പെട്ടത്. നാട്ടുകാരനും കളിക്കൂട്ടുകാരനുമാണ് കാമുകൻ. അവൾ ചെറുപ്പം മുതൽ നന്നായി പഠിക്കും. അങ്ങനെ +2 ശേഷം ഉന്നത പഠനത്തിനായി മലയാറ്റൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോയി. കാമുകൻ അലൻ നാട്ടിൽ ഡ്രൈവറാണ്. അവളുടെ ആ യാത്ര അലനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. പ്രിയപ്പെട്ടവൾ തന്നിൽ നിന്നും അകന്നു പോകുമോ എന്ന് അവൻ്റെ ഉള്ളിൽ ആശങ്ക, പിന്നെ എപ്പോഴും സംശയം. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ ചിത്രപ്രിയയുമായി അലൻ കുറേ നേരം സംസാരിച്ചു. അതിനിടെ സംശയത്തിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. രാത്രിയോടെ പെൺകുട്ടിയുമായി അയാൾ ബൈക്കിൽ പോകുന്നത് കണ്ടവരുണ്ട്. 19-കാരിയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലക്കടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാറ്റൂർ മുണ്ടങ്ങമറ്റം സ്വദേശി 19-കാരിയായ ചിത്രപ്രിയയുടെ മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. സംശയത്തിന്റെ പേരിൽ കല്ലുപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപാതകം. ചിത്രപ്രിയ അലനൊപ്പം പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ മാസം 6 മുതൽ ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു. തുടർന്ന് പോലീസും വീട്ടുകാരും സമീപ പ്രദേശങ്ങളിൽ അന്വേഷണം തുടരുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു. ഈ കല്ലുകളിൽ രക്തം പുരണ്ടിരുന്നു. ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന ചിത്രപ്രിയ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ചടങ്ങിനായാണ് നാട്ടിൽ വന്നത്. വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പലപ്പോഴും പെൺകുട്ടി അലനും സുഹൃത്തുക്കൾക്കൊപ്പവുമായിരുന്നു. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അലൻ്റെ കുടുംബത്തിന് അറിയാമായിരുന്നുവെന്നാണ് വിവരം. 21-കാരനായ അലൻ ഡ്രൈവറാണ്. വെൽഡിംഗ് ജോലികളും ചെയ്തിരുന്നു. അലനുമായി പലപ്പോഴും തർക്കങ്ങളുണ്ടായിരുന്നുവെന്നും ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയും സംശയം നിലനിന്നിരുന്നുവെന്നും മൊഴിയിലുണ്ട്. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് താൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതെന്നാണ് അലൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഞായറാഴ്ച പുലർച്ചെ 1:53 ദൃശ്യങ്ങളാണ് ഇത്. മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കഴിഞ്ഞ ശനിയാഴ്ച അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ മലയാറ്റൂരിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. പിന്നെ രാത്രിയായിട്ടും അവൾ തിരിച്ചെത്തിയില്ല. അതോടെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രണയപ്രതികാരത്തിൻ്റെ ചുരുളഴിച്ചത്. മലയാറ്റൂരിൽ 19-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ചിത്രപ്രിയയെ കാണാതായ ശനിയാഴ്ച
പെൺകുട്ടി ആൺസുഹൃത്ത് അലൻ്റെ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആദ്യം പ്രതി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും 2 ദിവസത്തിന് ശേഷം മൃതശരീരം കണ്ടെത്തിയതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. കേസിൽ അലൻ്റെ സുഹൃത്തുക്കൾക്കും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കാമുകൻ അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഞായറാഴ്ച പുലർച്ചെ 1:53 ദൃശ്യങ്ങളാണിത്. മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട്. ചിത്രപ്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അലനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചിത്രപ്രിയയെ ബൈക്കിൽ വീടിനടുത്ത് കൊണ്ടുവിട്ടെന്നായിരുന്നു തുടക്കത്തിൽ അലൻ പറഞ്ഞിരുന്നത്. തുടർന്ന് പോലീസ് അയാളെ വിട്ടയച്ചു. പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിച്ചു. എന്നാൽ പരസ്പര വിരുദ്ധ മൊഴികളാണ് നൽകിയത്. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. CCTV ദൃശ്യങ്ങളിൽ മറ്റ് 2 യുവാക്കളെയും മറ്റൊരു ബൈക്കിൽ കാണാം. ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ 2 പേരും അലന്റെ സുഹൃത്തുക്കളെന്നാണ് സൂചന. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും പെൺകുട്ടി ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നെന്നാണ് പോലീസ് നിഗമനം. ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആൺസുഹൃത്തുള്ളതായി അലൻ സംശയിച്ചിരുന്നു. പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ചിത്രങ്ങളും അലൻ കണ്ടതായി പറയുന്നു. ഇതേ തുടർന്ന് പ്രകോപിതനായ പ്രതി ചിത്രപ്രിയയെ ആക്രമിച്ചെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണ്. ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുൻപ് ഇരുവരും ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കാമുകിയെ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയ കല്ലുകളിൽ രക്തം പടർന്നിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവുകളുണ്ട്. കൂടാതെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ന്യൂസ് 18 കൊച്ചി. ദാമ്പത്യ ജീവിതവും പ്രണയബന്ധവും നിലനിൽക്കണമെങ്കിൽ പരസ്പരം വിശ്വസ്തരായിരിക്കണം. അവിടെ ചതിയും സംശയവും ഉണ്ടായാൽ പിന്നെ മനസ്സിൽ പക വളരും. സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടും. ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കൊലകൾക്ക് കാരണം പങ്കാളികൾക്കിടയിലെ സംശയമാണ്. ഗുജറാത്തിൽ ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയെ യുവാവ് കൊലപ്പെടുത്തിയ കേസ് നടുക്കമുണ്ടാക്കുന്നതാണ്. കുറ്റകൃത്യം നടന്ന ഉടൻ ഒളിവിൽ പോയ പ്രതിയെ ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലി പോലീസ് കണ്ടെടുത്തു. ഭാര്യയോടുള്ള സംശയം അടങ്ങാത്ത പകയായി മാറുകയും പിന്നീടത് അരുംകൊലയിൽ അവസാനിക്കുകയുമായിരുന്നു. 35-കാരിയായ ചെമ്പാബെൻ വാസവയെ ഭർത്താവ് സതീഷാണ് കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. ആയുധങ്ങൾ കൃഷിയിടത്തെ കിണറ്റിൽ ഒളിപ്പിച്ച ശേഷം രക്ഷപ്പെടുകയും ചെയ്തു. ചെമ്പാബെന്നും ഭർത്താവും ബോട്ടാടിയിൽ കൂലിപ്പണി ചെയ്തു വരികയായിരുന്നു. ജോലിസ്ഥലത്തുള്ള സ്ത്രീയുടെ അഭാവം മറ്റു തൊഴിലാളികളിലും അയൽവാസികളിലും സംശയമുണ്ടാക്കി. ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ 1-ലധികം മുറിവുകൾ കണ്ടെത്തി. കൃഷിയിടത്തിലെ കിണറ്റിൽ നിന്ന് കൊലപാതകത്തിനുപയോഗിച്ച കോടാലി പോലീസ് കണ്ടെടുത്തു. കുറ്റകൃത്യം നടന്നയുടൻ ഒളിവിൽ പോയ പ്രതിയെ ഇനിയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. തൊഴിലാളികളിൽ നിന്നും ദമ്പതികളുടെ അയൽവാസികളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇരുവരും തമ്മിൽ തർക്കമുള്ളതായി അറിയില്ലെന്നാണ് തൊഴിലാളികൾ പോലീസിനെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടാകാം. അതിൽ ബന്ധുക്കൾ ഇടപെടുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ ദമ്പതികൾ തമ്മിലുള്ള വഴക്കിനിടെ പ്രശ്നത്തിൽ ഇടപെട്ട ബന്ധു കൊല്ലപ്പെട്ട കേസിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുടുംബ വഴക്കിനിടയിൽ ആര്യങ്കോട് സ്വദേശി സത്യരാജിന് തലക്കടിയേറ്റത്. ഒടുവിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചിരിക്കുന്നു. കേസിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ 6-ാം തീയതി രാത്രി 8:30 കേസിനാസ്പദമായ സംഭവം. സത്യരാജിന്റെ വീടിനടുത്താണ് സഹോദരൻ മനോഹരൻ താമസിക്കുന്നത്. മനോഹരനും ഭാര്യ ഷൈനിയും തമ്മിൽ സാമ്പത്തിക വിഷയത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ഷൈനി തന്നെ വീട്ടുകാരെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കീഴാറൂർ കാവല്ലൂരിൽ താമസിക്കുന്ന ഷൈനിയുടെ അച്ഛൻ ജോസ് എന്ന് വിളിക്കുന്ന ആൽബി, ഇയാളുടെ മക്കളായ ജോയി, ജോഷി എന്നിവർ മനോഹരന്റെ വീട്ടിലെത്തി. തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളുടെ വക്കീലെത്തി. ബഹളം കേട്ട് മനോഹരന്റെ വീട്ടിൽ വിഷയത്തിൽ ഇടപെടാനെത്തിയതായിരുന്നു സഹോദരനായ സത്യരാജ്. ഇവിടെ വെച്ച് സത്യരാജിന്റെ തലയ്ക്ക് അടിയേറ്റു. തലക്കടിയേറ്റ് ഗുരുതരമായ പരിക്കുപറ്റിയ സത്യരാജിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ആര്യൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരാളുടെ മനസ്സിൽ പക തോന്നിയാൽ മനുഷ്യൻ പിന്നെ സാത്താനെ പോലെയാണ്. കൊന്നാലും പകതീരില്ല. ഗുജറാത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം വെട്ടി നുറുക്കി കിണറ്റിൽ തള്ളിയ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ തല മരവിച്ചു പോകും. കാമുകിയെ ഇൻസ്റ്റഗ്രാമിൽ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അരുൺ കൊലയ്ക്ക് കാരണം. രമേശ് മഹേശ്വരി എന്ന 20-കാരനെ കൊന്ന കേസിൽ പ്രതി കിഷോറിനെ അറസ്റ്റ് ചെയ്തു. മരിച്ച രമേശും പ്രതി കിഷോറും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറഞ്ഞു. ഡിസംബർ 2 നഗത്രാനയിലെ മുരു ഗ്രാമത്തിൽ നിന്നാണ് രമേഷ് മഹേശ്വരി എന്ന 20-കാരനെ കാണാതായത്. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനായി സുഹൃത്ത് കിഷോറിനെ കസ്റ്റഡിയിൽ എടുത്തതാണ് കേസിൽ വഴിത്തിരിവായത്. ഇരുവർക്കും പരിചയമുള്ള ഒരു സ്ത്രീയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് രമേഷിനെ കൊലപ്പെടുത്തിയതായി കിഷോർ സമ്മതിച്ചു. രമേശും യുവതിയും തമ്മിലായിരുന്നു കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്. കിഷോർ ഇൻസ്റ്റാഗ്രാമിൽ യുവതിക്ക് സന്ദേശങ്ങൾ അയച്ച വിവരം യുവതി രമേശിനെ അറിയിച്ചു. ഇക്കാര്യം രമേശ് കിഷോറിനോട് ചോദിച്ചത് തർക്കത്തിനിടയാക്കി. ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടി കിഷോറിനെ ബ്ലോക്ക് ചെയ്തതോടെ പക കൂടുകയും കിഷോർ രമേഷിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. രമേശിനെ കിഷോർ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. ഇരുവർക്കുമൊപ്പം സുമിത് എന്ന സുഹൃത്തുമുണ്ടായിരുന്നു. അവിടെ വെച്ച് തർക്കം രൂക്ഷമാവുകയും രമേശിനെ വെട്ടിനുറുക്കുകയുമായിരുന്നു. ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി പിന്നീട് പ്ലാസ്റ്റിക് കവറിലാക്കി 3 കിണറുകളിലായി ഉപേക്ഷിച്ചു. അതിനു മുകളിൽ പാറക്കല്ലെടുത്തു വയ്ക്കുകയും ചെയ്തു. ബാക്കി ശരീരഭാഗം മറ്റൊരിടത്ത് കുഴിച്ചിട്ടു. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ എല്ലാ കുറ്റങ്ങളും പ്രതി പോലീസിനോട് സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നവർ, അവളെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വിൽക്കുന്നവർ. ഈ ഡിജിറ്റൽ യുഗത്തിൽ സൈബറിനടുത്ത് എന്തും വാങ്ങാൻ കിട്ടും. ഓൺലൈൻ വഴിയാണ് പെൺവാണിഭ ഇടപാടുകൾ.
അതിനായി വാട്സാപ്പിൽ 5 കമ്മ്യൂണിറ്റികളുണ്ട്. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് എന്ന പേരിൽ 1.5 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സെക്സ് റാക്കറ്റിന് കേരളത്തിലുടനീളം ഏജന്റുമാർ. ഗുരുവായൂരിൽ പെൺവാണിഭ സംഘം പിടിയിലായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കേരളത്തിൻ്റെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ സെക്സ് റാക്കറ്റ് സംഘവുമായി രഹസ്യമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസിന്റെ കണ്ടെത്തൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. അഞ്ച് വാട്സാപ്പ് കമ്മ്യൂണിറ്റികൾ വഴി പെൺവാണിഭം നടത്തിവന്ന സംഘമാണിത്. ഗ്രൂപ്പ് അഡ്മിനായ ഗുരുവായൂർ സ്വദേശി അജയ് വിനോദാണ് കേസിലെ 1-ാം പ്രതി. കൊടുങ്ങല്ലൂർ സ്വദേശി ഷോജിൻ, ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ പാലക്കാട് സ്വദേശി രഞ്ജിത്ത് എന്നിവർ ഏജന്റുമാരാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ടെമ്പിൾ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ടെമ്പിൾ സ്റ്റേഷന് എതിർവശത്തെ ലോഡ്ജിൽ നിന്നാണ് അജയ് വിനോദിനെ പിടികൂടിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഏജന്റുമാരെ പറ്റി വിവരം ലഭിച്ചു. ഗ്രൂപ്പിന്റെ മറ്റൊരു അഡ്മിൻ ഒരു സ്ത്രീയാണ്. അവരെയും മറ്റേജന്റുമാരെയും പറ്റി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് എന്ന പേരിലാണ് വാട്സാപ്പ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. 1.5 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ സെക്സ് റാക്കറ്റിന് കേരളത്തിലുടനീളം ഏജന്റുമാരുണ്ട്. കേരളത്തിലെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ സെക്സ് റാക്കറ്റ് സംഘവുമായി രഹസ്യവുമായി സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. 1-ാം പ്രതി അജയ് ബാങ്ക് ജോലി ലഭിച്ചിട്ടും അതൊഴിവാക്കിയാണ് ഓൺലൈൻ പെൺവാണിഭ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇയാളുടെ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നവരും നിരീക്ഷണത്തിലാണ്. വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ ഇവരുടെ കെണിയിൽപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതി അതീവ ഗൗരവമുള്ളതായിരുന്നു. അതിൽ തെളിവുകളായി ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ 2ാമത്തെ പരാതിയിൽ ചില സംശയങ്ങൾ. കോടതിക്ക് പോലും തോന്നി ആ പൊരുത്തക്കേട്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി പോലീസിൽ പരാതി നൽകാതെ KPCCക്ക് പരാതി നൽകിയതിലും 2 വർഷത്തിലധികം സംഭവം മൂടി വെച്ചതിലുമാണ് കോടതിക്ക് സംശയം. പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ പറയുന്നു. 2ാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കണമെന്നും എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്നുമാണ് നിർദ്ദേശം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് മുൻകൂർ ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറയാണ് ഹർജി പരിഗണിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് 2ാമത്തെ കേസ്. യുവതി KPCC പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. DGP കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് IG പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്. പോലീസുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും സൗകര്യവും ഉണ്ടായിരിക്കെ പരാതിക്കാരി KPCC പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ച് പരാതി പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിഭാഗവാദം. പരാതിയിൽ ഒരിടത്തും പരാതിക്കാരിയുടെ പേരോ പീഡനം നടന്നു എന്നാരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിൽ നിന്ന് പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാണെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ പരാതി യാഥാർത്ഥ്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം.
പരാതിക്കാരി വ്യക്തമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നാണ് യുവതിയുടെ മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചത്. സംസാരിക്കാനെന്ന് പറഞ്ഞാണ് ഹോംസ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് യുവതി നൽകിയ മൊഴി സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. എന്നാൽ അയാളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയ രാഹുൽ ഈശ്വർ ആകെ പെട്ട അവസ്ഥയാണ്. പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരാകാരം കിടന്ന രാഹുൽ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പെടാപ്പാട് വിടുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വ്യാഴാഴ്ച രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ജാമ്യം അനുവദിക്കരുത് എന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പിടിച്ചെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകുന്നില്ലെന്നും മൊബൈൽ ഫോൺ കൈമാറാൻ വിസമ്മതിക്കുകയാണെന്നും അന്വേഷണത്തിന് കസ്റ്റഡി അനിവാര്യമാണെന്നും പോലീസ് അറിയിച്ചു. ഈ ആവശ്യം തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി അംഗീകരിക്കുകയായിരുന്നു. ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുകയും വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത കേസിൽ 11 ദിവസമായി ജയിലിലാണ് രാഹുൽ ഈശ്വർ. BNSലെ 72, 75, 79, 351 എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു അറസ്റ്റ്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് കേസിലെ 1-ാം പ്രതി. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് 2-ാം പ്രതിയും ദീപ ജോസഫ് എന്നു പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതിയുമാണ്. സന്ദീപ് വാര്യരാണ് 4-ാം പ്രതി. രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ്. ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗവും ചുമത്തിയിട്ടുണ്ട്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുന്ന പോലീസ്. എല്ലാവരുടെയും കാര്യത്തിൽ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ഇടപെട്ടാൽ ഈ നാട് എന്നേ നന്നായേനെ. എന്നാൽ സ്ത്രീ പീഡന പരാതികളിൽ പോലീസ് ആളും തരവുമൊക്കെ നോക്കിയാണ് നടപടി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അന്വേഷണത്തിൽ അല്പം മെല്ലെപ്പോക്കാണ്. മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ സംവിധായികയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന ആക്ഷേപം. സംഭവം വിവാദമായതോടെ കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ കുഞ്ഞുമുഹമ്മദിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് പരാതി. തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് മലയാള സിനിമ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് PT കുഞ്ഞുമുഹമ്മദ്. ഈ ആവശ്യത്തിനായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഒരു ഹോട്ടലിലായിരുന്നു കുഞ്ഞുമുഹമ്മദിന്റെയും സംവിധായകയുടെയും താമസം. ഹോട്ടൽ മുറിയിലെത്തിയ കുഞ്ഞുമുഹമ്മദ് തന്നെ ശാരീരികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് സംവിധായകയുടെ പരാതി. ഇതേ തുടർന്ന് ഹോട്ടലിൽ നിന്ന് പോലീസ് CCTV ദൃശ്യം ശേഖരിച്ചു. സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്ന സമയത്ത് ഇരുവരും ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് സംവിധായിക പോലീസിനെ അറിയിക്കുകയും ചെയ്തു.
ഭാരതീയ ന്യായ സംഹിതയിലെ 74, 75 വകുപ്പുകളാണ് കുഞ്ഞു മുഹമ്മദിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് നേരെയുള്ള ശാരീരിക ആക്രമണം, ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള ശാരീരിക സമ്പർക്കം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവ ഈ വകുപ്പിൽ ഉൾപ്പെടും. 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. കുഞ്ഞു മുഹമ്മദിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി സംവിധായിക ചലച്ചിത്ര അക്കാദമിയെ അറിയിച്ച ശേഷം നവംബർ 27-നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വഴി ഡിസംബർ 2-ന് ലഭിച്ച പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. സംവിധായകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം കുഞ്ഞു മുഹമ്മദിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് തിരക്കായതിനാലാണ് നടപടിക്രമങ്ങൾ വൈകിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ചില കള്ളത്തരമൊക്കെ കാണിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് നമുക്ക് മനസ്താപം ഉണ്ടാകാറില്ല. ഒരു ചെറിയ സാധനമാണെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടായിരുന്നുവെന്ന് തോന്നുന്ന നല്ല കള്ളന്മാരുണ്ട് ഈ നാട്ടിൽ. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഒരു നല്ല കള്ളനെക്കുറിച്ചുള്ള കഥയിലേക്കാണ്. വീട്ടിൽ നിന്ന് സ്കൂട്ടർ കടത്തിയ മോഷ്ടാവ് മണിക്കൂറുകൾക്കകം അതേ സ്കൂട്ടർ തിരികെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോഴാണ് കവർച്ചാ കേസിൽ വൻ ട്വിസ്റ്റ്. കഴിഞ്ഞ ദിവസം രാവിലെ 11-ന് ചക്കാലമുക്കിലെ തന്റെ വീട്ടിൽ സ്കൂട്ടർ വെച്ചതിന് ശേഷം വീട്ടുടമ പ്രഭ കാറുമായി പുറത്തേക്ക് പോയി. പിന്നീട് തൊപ്പിയും മാസ്കും ധരിച്ച ഒരാൾ വീട്ടിലേക്ക് കടന്നു വരികയും സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോവുകയുമായിരുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രഭയുടെ ഭാര്യ രമ കാണുന്നത് സ്കൂട്ടറുമായി ഒരാൾ പോകുന്നതാണ്. സ്കൂട്ടർ മോഷണത്തിന് പിന്നാലെ ഇയാൾ ഹൈസ്കൂളിന് സമീപമുള്ള മത്സ്യക്കച്ചവടത്തിന്റെ സ്ഥാപനത്തിൽ കയറി പണവും മോഷ്ടിച്ചതായാണ് വിവരം. കരുനാഗപ്പള്ളി പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ പ്രഭ പാലു വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മോഷണം പോയ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ വീടിന് സമീപത്ത് നിന്ന് കണ്ടുകിട്ടിയത്. സ്കൂട്ടർ തിരികെ കൊണ്ടുവച്ച ശേഷം മോഷ്ടാവ് സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞതായാണ് വിവരം. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ശക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഉടൻ ബോംബ് പൊട്ടുമെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ആകെ പരിഭ്രാന്തിയാണ്. ഉള്ള പ്രാണനം കൊണ്ട് രക്ഷപ്പെടാനുള്ള നെട്ടോട്ടമായിരിക്കും. പാലക്കാട് ഷൊർണൂർ വാണിയംകുളത്ത് ആശങ്ക വരുത്തി ബോംബ് ഭീഷണി. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ആശുപത്രിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് 1:50 പൊട്ടുമെന്നുമായിരുന്നു സന്ദേശം. ഇതേ തുടർന്ന് പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉടൻ സ്ഥലത്തെത്തി. സംഭവം വ്യാജ ഭീഷണിയാണെന്ന് അറിഞ്ഞതോടെയാണ് ശ്വാസം നേരെ വീണത്. രാവിലെ 9:40-നാണ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇമെയിൽ ബോംബ് ഭീഷണി എത്തിയത്. തുടർന്ന് പരിഭ്രാന്തരായ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു. ഒറ്റപ്പാലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പാലക്കാട് നിന്ന് ബോംബ് സ്ക്വാഡും ഷൊർണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. LTTEയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയാണ് ഇതെന്ന് സന്ദേശത്തിൽ പറയുന്നു. ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള കോളേജിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും 1:50 പൊട്ടുമെന്നുമായിരുന്നു ഭീഷണി സന്ദേശത്തിലുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് കോളേജിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി.
ഭീഷണിയെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിലും പോലീസ് പരിശോധന നടത്തി. സന്ദേശത്തിലെ സമയം കഴിഞ്ഞിട്ടും 2:30 വരെ പോലീസ് സംഘം സ്ഥലത്ത് സുരക്ഷ ഒരുക്കിയിരുന്നു. സംശയാസ്പദമായതൊന്നും പരിശോധനയിൽ കണ്ടെത്താനായില്ല. ഇമെയിലിന്റെ ഉറവിടം കണ്ടെത്താൻ സൈബർ പോലീസ് അന്വേഷണം നടത്തും. മാസങ്ങൾക്ക് മുൻപ് 2 തവണ പാലക്കാട് കോടതിയിലും സിവിൽ സ്റ്റേഷനിലും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. ന്യൂസ് 18 ഷൊർണൂർ. തെരഞ്ഞെടുപ്പ് ജോലിക്കിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ആക്രമണവും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഔദ്യോഗിക ചുമതല നിർവഹിക്കാനെത്തിയ ഉദ്യോഗസ്ഥന് നേരെയുണ്ടായ ആക്രമണം തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ സുരക്ഷയെയാണ് ബാധിക്കുന്നത്. കൊല്ലം ചടയമംഗലത്ത് ബൂത്ത് ലെവൽ ഓഫീസറെ വീട്ടുമുറ്റത്തിട്ട് മർദ്ദിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുനലൂർ പൊതുമരാമത്ത് ഓഫീസിലെ സീനിയർ ക്ലർക്കായ ആദർശനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പൂയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബൂത്ത് നമ്പർ 23-ലെ BLOയും പുനലൂർ പൊതുമരാമത്ത് ഓഫീസിലെ സീനിയർ ക്ലർക്കുമായ ആദർശിനാണ് മർദ്ദനമേറ്റത്. SIR ഫോം വാങ്ങുന്നതിനായി നെട്ടയം സ്വദേശിയായ അജയൻ എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. അജയൻ ആദർശിനെ തള്ളി വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മുറ്റത്തിട്ട് ചവിട്ടി മർദ്ദിച്ചതായാണ് പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ആക്രമണത്തിനിടെ കൈ ശക്തമായി തറയിലിടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ ആദർശ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നമ്മളിപ്പോൾ നമ്മുടെ ജോലി ഏൽപ്പിച്ചേക്കൊണ്ട് നമ്മളത് ചെയ്യുന്നതല്ല. നമുക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഫോം കളക്ട് ചെയ്യാനും നമ്മുടെ ജോലി പൂർത്തീകരിക്കാനും നമ്മൾ പോകുന്നത്. അതിന് ബാക്കി എല്ലാ വോട്ടർമാരും എല്ലാ ഫോമുകളും ഒട്ടുമിക്ക ഫോമുകളും തിരിച്ചെത്തി. ഒരു 5% താഴെ ഫോമുകൾ ഇനി തിരിച്ച് കിട്ടാനുണ്ട്. ഇത് കളക്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ വർത്തമാനവും പിടിച്ച് തള്ളിയിടുകയും നെഞ്ചിൽ പിടിച്ച് തള്ളിയിടുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. 7 പ്രാവശ്യം വീട്ടിലെത്തിയിട്ടും ഫോം തിരികെ നൽകാൻ അജയൻ തയ്യാറായിരുന്നില്ലെന്നും ഫോം തിരികെ ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നുവെന്നും ആദർശ് പറയുന്നു. സംഭവസ്ഥലത്ത് കണ്ടുനിന്നവരാരും ഇടപെട്ട് പിടിച്ചുമാറ്റിയില്ലെന്നും ആദർശിന്റെ പരാതിയിലുണ്ട്. ആക്രമണത്തെ തുടർന്ന് ഔദ്യോഗികമായി ജോലികൾ തടസ്സപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പൂയപ്പള്ളി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ വാദ്യമേളങ്ങളും പാട്ടും ഡാൻസും ഒക്കെ അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ്. എന്നാൽ മലപ്പുറത്ത് കൊട്ടിക്കലാശം പൊടിപൊടിക്കാൻ UDF പ്രവർത്തകർ ആയുധങ്ങളുമായി എത്തിയത് വിവാദമായി. കുട്ടികളടക്കമുള്ളവരാണ് മരം മുറിക്കുന്ന വാളുമായി കലാശക്കൊട്ടിലെത്തിയത്. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ചിലർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPM. കഴിഞ്ഞ ദിവസം മലപ്പുറം തെന്നലിയിൽ നടന്ന കൊട്ടിക്കലാശത്തിലാണ് UDF പ്രവർത്തകർ മരം മുറിക്കുന്ന വാളുമായി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത കൊട്ടിക്കലാശത്തിലായിരുന്നു അപകടകരമായ രീതിയിലുള്ള പ്രവർത്തകരുടെ പ്രകടനം. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. അതേസമയം ശബ്ദമുണ്ടാക്കാൻ മാത്രമാണ് മെഷീൻ ഉപയോഗിച്ചതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം. വാളുണ്ടായിരുന്നില്ലെന്നും നേതൃത്വം ഇതറിഞ്ഞില്ലെന്നും കുട്ടികൾ മെഷീൻ കൊണ്ടുവന്നതാണെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. തിരൂർ. നമ്മളിൽ ചിലരൊക്കെ യൂട്യൂബ് നോക്കി പാചകം ചെയ്യുന്നവരാണ്. അങ്ങനെ അതേ ലാഘവത്തോടെ യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ നടത്തിയാലോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ?
ഉത്തർപ്രദേശിലാണ് യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് യുവതി മരിച്ചത്. അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കിലെ ഉടമയും മരുമകനും ചേർന്നാണ് യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയത്. ഇരുവർക്കുമെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബാരാബങ്കി സ്വദേശി തേ ബഹദൂർ റാവത്തിന്റെ ഭാര്യ മനീഷറ റാവത്താണ് മരിച്ചത്. ഡിസംബർ 5-ന് ഭർത്താവ് ഇവരെ കോത്തിയിലുള്ള ശ്രീ ദാമോദർ ഔഷധാലയിൽ എത്തിച്ചു. വയറുവേദനയ്ക്ക് കാരണം മൂത്രത്തിലെ കല്ലുകളാണെന്ന് പറഞ്ഞ ക്ലിനിക് ഓപ്പറേറ്റർ ഗ്യാൻ പ്രകാശ് മിശ്ര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ഇതിന് 25,000 രൂപ ചിലവ് വരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് മിശ്രയ്ക്ക് ഇവരുടെ ഭർത്താവ് 20,000 രൂപ നൽകി. ശസ്ത്രക്രിയ നടത്തുമ്പോൾ മിശ്രയുടെ മരുമകൻ വിവേക് കുമാർ മിശ്ര സഹായിയായി ഉണ്ടായിരുന്നു. വിവേക് കുമാർ മിശ്ര റായ്ബറേലിയിലെ ഒരു ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരനാണ്. മിശ്ര മദ്യലഹരിയിലായിരുന്നുവെന്നും യൂട്യൂബ് വീഡിയോ ട്യൂട്ടോറിയൽ കണ്ട ശേഷമാണ് ശസ്ത്രക്രിയ ആരംഭിച്ചതെന്നും ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നു. മിശ്ര തന്റെ ഭാര്യയുടെ വയറ്റിൽ ആഴത്തിൽ മുറിവുണ്ടാക്കുകയും നിരവധി ഞരമ്പുകൾ മുറിക്കുകയും ചെയ്തു. തുടർന്ന് ഡിസംബർ 6-ന് വൈകുന്നേരത്തോടെ യുവതി മരണത്തിന് കീഴടങ്ങിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ക്ലിനിക്കിൽ പരിശോധന നടത്തിയ പോലീസ് അനധികൃതമായാണത് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി. ഇരുവർക്കുമെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നമ്മളൊരു കുറ്റകൃത്യം ചെയ്താൽ അത് കൊലപാതകമോ മോഷണമോ ആകട്ടെ, രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും. ഇക്കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും CCTV നിരീക്ഷണമുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ മതി സാധാരണഗതിയിൽ പ്രതിയിലേക്ക് അന്വേഷണം എത്താം. ആരും അറിയില്ലെന്ന് കരുതി രഹസ്യമായി അതിവിദഗ്ധമായി ചെയ്ത കാര്യങ്ങൾ പോലും എന്നെങ്കിലും പുറത്തു വരും. തെളിവുകൾ എങ്ങനെയൊക്കെ നശിപ്പിച്ചാലും കാലമൊരിക്കൽ സത്യം പുറത്തു കൊണ്ടുവരും. നിരവധി വർഷങ്ങൾക്ക് ശേഷം എത്രയോ കൊലപാതക കേസുകളുടെ ചുരുളഴിഞ്ഞിട്ടുണ്ട്. മോഷണ കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. കാരണം സത്യം അധികം നാൾ മൂടിവെക്കാൻ കഴിയില്ല. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു.